തങ്ങളുടെ ഊർജ്ജ സംവിധാനത്തിന് നേരെയുള്ള റഷ്യയുടെ കടുത്ത ആക്രമണങ്ങളെ നേരിടാൻ പാടുപെടുകയാണ് ഉക്രൈൻ. യുദ്ധത്തിൽ തകർന്നുകൊണ്ടിരിക്കുന്ന ഉക്രൈൻ നേരിടുന്ന ഏറ്റവും പുതിയ വെല്ലുവിളിയാണ് റഷ്യയുടെ ഈ ആക്രമണം. ഈ വർഷം ഉക്രൈനിലെ ഊർജ്ജ സംവിധാനത്തിൽ റഷ്യ നടത്തിയ 12ാമത്തെ വലിയ ആക്രമണം നിരവധി ഉക്രൈനിയൻ പ്രദേശങ്ങളിലെ വൈദ്യുതി പ്രവർത്തനങ്ങൾക്ക് കേടുപാടുകൾ വരുത്തുകയും ദശലക്ഷക്കണക്കിന് സിവിലിയന്മാർക്ക് വൈദ്യുതി ഇല്ലാതാക്കുകയും ചെയ്തു. ശത്രുരാജ്യം അവരുടെ ഭീകരത തുടരുകയാണ്. ഒരിക്കൽ കൂടി ഉക്രൈനിലുടനീളമുള്ള ഊർജ്ജമേഖല വൻ ആക്രമണത്തിനിരയായി. അതേസമയം രാജ്യത്തെ ജനങ്ങളെല്ലാം ഷെൽട്ടറുകളിൽ തന്നെ തുടരുകയാണെന്നും ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾ രാജ്യത്തിന്റെ ചില ഭാഗങ്ങൾ ലക്ഷ്യമിടാൻ സാധ്യതയുള്ളതായി ഉക്രൈന്റെ വ്യോമസേന മുന്നറിയിപ്പ് നൽകിയതിനാൽ തലസ്ഥാനമായ കീവിലെ തെരുവുകളെല്ലാം ശൂന്യമായിരുന്നു. ആക്രമണത്തിന്റെ ഫലമായി രാജ്യത്തുടനീളം അടിയന്തരമായി വൈദ്യുതി നിർത്തലാക്കുകയാണെന്ന് ഉക്രൈനിലെ എനർജി ഗ്രിഡ് ഓപ്പറേറ്ററായ ഉക്രൈനെർഗോ അറിയിച്ചു. അതേസമയം അടുത്ത മാസങ്ങളിൽ റഷ്യയുടെ സൈന്യം ഉക്രൈനു നേരെ ബോംബാക്രമണം ശക്തമാക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. യുദ്ധം അതിന്റെ 3ാം ശീതകാലത്തിലേക്ക് കടക്കുമ്പോൾ രാജ്യം വളരെ അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. കഴിഞ്ഞ മാസം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈന്റെ ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആണവശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് ആക്രമണം നടത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നു. തെക്കു പടിഞ്ഞാറൻ റഷ്യയിലെ ഒരു നഗരത്തിനു നേരെ 6 അമേരിക്കൻ നിർമ്മിത ATACMS ബാലിസ്റ്റിക് മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് ഉക്രൈൻ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് റഷ്യയുടെ ഏറ്റവും പുതിയ ആക്രമണം ഉക്രൈനിൽ അരങ്ങേറിയത്. സൈനിക ഊർജ്ജ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ വെള്ളിയാഴ്ച റഷ്യയുടെ ആക്രമണം വലിയ തോതിൽ രാജ്യത്ത് അരങ്ങേറിയതായി ഉക്രൈൻ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ആക്രമണത്തിന് ഏതു തരത്തിലുള്ള മിസൈലുകളാണ് ഉപയോഗിച്ചത് എന്ന് വ്യക്തമല്ല. അതേസമയം അമേരിക്കൻ സൈനിക സ്റ്റോക്കുകളിൽ നിന്ന് ഉപകരണങ്ങൾ പിൻവലിക്കുന്ന വരും ദിവസങ്ങളിൽ ഉക്രൈന് $500 മില്യൺ സഹായ പാക്കേജ് അമേരിക്ക പ്രഖ്യാപിച്ചിരുന്നു. 2025 കടക്കുമ്പോഴേക്കും ഉക്രൈനെ ശക്തമായ നിലയിലേക്ക് തിരിച്ചുകൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ് അമേരിക്ക. ഇതിന്റെ ഭാഗമായി ഉക്രൈനിലേക്ക് ആയുധങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ബൈഡൻ ഭരണകൂടം പ്രവർത്തിക്കുകയാണെന്ന് ഒരു മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ പറഞ്ഞു. അതേസമയം ടാക്ടോങ് നഗരത്തിന് സമീപമുള്ള സൈനിക വ്യോമതാവളത്തിൽ അടുത്തിടെ ഉക്രൈൻ നടത്തിയ ATACMS ആക്രമണത്തിന് മറുപടിയാണ് നിർണായകമായ ഉക്രൈനിയൻ സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഒറ്റ രാത്രി കൊണ്ട് മിസൈൽ ആക്രമണം നടത്തിയതെന്ന് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഒറ്റ രാത്രി കൊണ്ട് നടത്തിയ പ്രത്യാക്രമണം അതിന്റെ എല്ലാ ലക്ഷ്യങ്ങളും കൈവരിച്ചതായും ലക്ഷ്യമിട്ട എല്ലാ ഉക്രൈനിയൻ സൗകര്യങ്ങളും തകർത്തതായും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കൻ ദീർഘദൂരായുധങ്ങളുടെ ആക്രമണത്തിന് മറുപടിയായി റഷ്യയുടെ സായുധ സേന ഉക്രൈനിലെ സൈനിക വ്യവസായത്തെ പിന്തുണയ്ക്കുന്ന ഇന്ധന ഊർജ്ജ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങൾക്ക് നേരെ ദീർഘദൂര വ്യോമ സമുദ്ര അധിഷ്ഠിത ആയുധങ്ങളും UAVകളും ഉപയോഗിച്ച് വലിയ തോതിലുള്ള ആക്രമണവും നടത്തിയെന്നും പ്രതിരോധ മന്ത്രാലയം അതിന്റെ ഔദ്യോഗിക ടെലിഗ്രാം ചാനലിൽ പ്രസിദ്ധീകരിച്ച പ്രസ്താവനയിൽ പറയുന്നു. അമേരിക്ക വിതരണം ചെയ്ത 6 ദീർഘദൂര ATACMS മിസൈലുകൾ റോസ്തോവ് മേഖലയിലെ ഒരു എയർഫീൽഡിലേക്ക് ഉക്രൈൻ സൈന്യം വിക്ഷേപിച്ചതായി ബുധനാഴ്ച മന്ത്രാലയം റിപ്പോർട്ട് ചെയ്തിരുന്നു. 2 എണ്ണം പൻസിർ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് വെടിവെച്ചിട്ടിരുന്നു. മറ്റ് 4 എണ്ണം ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് നശിപ്പിച്ചത്. ഇതിന്റെ അവശിഷ്ടങ്ങൾ വീണ് 2 കെട്ടിടങ്ങൾക്കും നിരവധി വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചതായി റഷ്യ പറയുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.